ഹായ് കൂട്ടുകാരെ, എൻ്റെ വീടിൻ്റെ പുറകുവശത്ത് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. ഒരു കാറിടാനുള്ള സ്ഥലമേ ഉള്ളൂ. അത്രയും സ്ഥലത്ത് നിറയും പുല്ലും കാടും ഒക്കെ ആയിട്ടിരുന്നേ. അപ്പോഴേ എൻ്റെ മോൻ അവിടെ കുറച്ച് പെബിൾസൊക്കെ മേടിച്ച് വിരിച്ച് 2-3 ചെടിയൊക്കെ ചെടിച്ചട്ടിയിൽ കൊണ്ട് നട്ട്. പിന്നെ അവിടെ ഒരു ബെഞ്ചൊക്കെ ഇരിക്കാൻ സെറ്റ് ചെയ്തൊരു ഗാർഡൻ സെറ്റപ്പ് ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് തോന്നി വൈകുന്നേരം അവിടെ വെച്ച് വെളിയിൽ അടുപ്പ് കൂട്ടി കുറച്ച് കപ്പയൊക്കെ ഒന്ന് പുഴുങ്ങിയെടുക്കാമെന്ന്. അപ്പം നമുക്ക് കുറച്ച് കപ്പ കിട്ടി. അതിൻ്റെ കൂടെ കുറച്ച് ചേമ്പും ഉണ്ടായിരുന്നു. വൈകുന്നേരം എന്ന് പറഞ്ഞാലും രാത്രി 7 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ഇതെല്ലാം പുറത്ത് കൊണ്ടുവച്ച് വൃത്തിയാക്കിയെടുത്ത്. ഞങ്ങൾ മാത്രമല്ല, തൊട്ടടുത്ത വീട്ടിലെ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങളോടൊപ്പം കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് നല്ല രസമാണ്, തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ പുറത്തൊരടുപ്പ് കൂട്ടി അതിൽ പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇതൊക്കെ വൃത്തിയാക്കുമ്പോൾ ഞാൻ മാത്രമേ വീഡിയോയ്ക്ക് ഇരുന്നുള്ളൂ, ബാക്കി എല്ലാവരും ദൂരെ മാറിപ്പോയി. അങ്ങനെ നമ്മൾ അത് തീ വെളിയിൽ കത്തിച്ചിട്ട് മുറിച്ച് വെച്ച കപ്പയും ചേമ്പും ഒക്കെ കഴുകി വൃത്തിയാക്കി അടുപ്പിൽ വെച്ച് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഞാനും വാമിക മോളും കൂടി റെസ്റ്റ് എടുക്കാനായിട്ട് ആ പുതിയ ബെഞ്ച് ഉണ്ടാക്കിയതിലോട്ട് പോയിരുന്നു. നല്ല രസമാണ് അവിടെ ഇരിക്കാൻ കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് വന്ന്. പിന്നെ ഞങ്ങൾ അവിടെ കുറേ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കപ്പയൊക്കെ വെന്തപ്പോൾ അത് ഊറ്റിയെടുത്തപ്പോഴാണ് വിചാരിച്ചതെങ്കിൽ പിന്നെ കപ്പ കടുക് വറുത്തെടുക്കാമെന്ന്. അങ്ങനെ പുറത്തൊരു ഉരുളിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ അതിൽ കുറച്ച് വറ്റൽമുളകൊക്കെ ചേർത്ത്. അപ്പോഴ് വാമിക അത് ഇളക്കണമെന്ന് നിർബന്ധം പിടിച്ചെങ്കിൽ പിന്നെ ഇളക്കിക്കോ, എണ്ണയൊന്നും പുറത്താക്കരുതെന്ന് പറഞ്ഞ്. പിന്നെ ഞങ്ങൾ അതിലോട്ട് കുറച്ച് ഉഴുന്നുപരിപ്പും കൂടി വറുത്തിട്ട് എന്നിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന കൂട്ടെടുത്ത് അതിലോട്ട് തട്ടി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത്. അപ്പോഴതിലോട്ട് കുറച്ച് തേങ്ങയും കൂടെ തിരുകി ചേർത്ത്. തേങ്ങയും കൂടെ ചേർത്തപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങളതിന് കുറച്ച് ഉള്ളിച്ചമ്മന്തിയൊക്കെ തയ്യാറാക്കിയായിരുന്നു. അപ്പോൾ വാമികയ്ക്ക് പ്രത്യേകം പാത്രത്തിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് പ്രത്യേകം കൊടുത്തു. പിന്നെ എല്ലാം കൂടി ഒരു മുറത്തിൽ ഇല വെച്ച് അതിലേക്ക് തട്ടിയിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കാനായിരുന്നു പ്ലാൻ. വീഡിയോ പിടിക്കുന്ന കണ്ടപ്പോൾ എല്ലാവരും പല വഴിക്ക് പോയി. ഞാൻ മാത്രം അതിനോടൊപ്പം ഇരുന്ന്. പിന്നെ എല്ലാവരും വന്ന് ഒന്നിച്ചിരുന്ന് കഴിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ. കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ പാട്ടൊക്കെ പാടിയിരുന്ന് നല്ല രസമായിരുന്നു കേട്ടോ. കുഞ്ഞോളം കഥ കേട്ട്